അപ്പോൾ ആദ്യം നമ്മൾ പഴം എടുത്തിട്ട്, അതായത് പൂവൻ പഴം അല്ലെങ്കിൽ ആണിപ്പൂവനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആണിപ്പൂവൻ എടുത്ത് തൊലി പൊളിക്കുക. തൊലി പൊളിച്ച് ഇടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തൊലി പൊളിച്ച് ചെമ്പിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തൊലി പോക്കുക. അതിൻ്റെ ഒരു ആര് പോലെ ഇതുണ്ടാവും, അതിൻ്റെ ഇതിലൂടെ അത് ഒഴിവാക്കണം. അത് ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കി എടുക്കുക. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ വലിഞ്ഞ് കളിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വൃത്തിയാക്കിയിട്ട് എടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഒരു കൊല ആണിപ്പൂവൻ, നല്ല ഞാലിപ്പൂവൻ എന്നൊക്കെ പറയും, അതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണത്, അത് എടുക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം. പഴം തൊലി പൊളിക്കുന്ന അത്ര മതിയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഴം തൊലി പൊളിച്ച് വൃത്തിയാക്കി ഇതിലിട്ടുണ്ട്. ഇനി ഇത് ഉടയ്ക്കണം. ഉടച്ച് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വൺ ബൈ വണ്ണായി കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇത് പഴം, പിന്നെ ഇതിലേക്ക് വേണ്ട പഞ്ചസാര അടുപ്പിച്ച് കാണിച്ചു, പഞ്ചസാര, പിന്നെ ഇത് ചെറുനാരങ്ങ നീര്, ചെറുനാരങ്ങ ഒരു 2-3 ചെറുനാരങ്ങ നീര്, ഇത് ഇഞ്ചി എടുത്തിട്ട് അതിനെ നീരെടുക്കുക. ഇത് തേങ്ങാപ്പാൽ, ഇതിപ്പോൾ 2 തേങ്ങയുടെ പാലാണ്. ഇത് സാധാരണ നാടൻ പാൽ. ഈ നാടൻ പാലാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നാടൻ പാൽ ഉപയോഗിക്കുക. ഇത് 1.5 ലിറ്റർ പാലുണ്ട്. പിന്നെ ഇത് ശർക്കര അനുസരിച്ചുള്ള. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് വേണം അതിലേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് പഴം ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആ പഴം ഉടയ്ക്കാൻ പഴയ രൂപത്തിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാം. പക്ഷേ മിക്സിയിലിട്ട് അടിച്ചാൽ അതിൻ്റേതായ ഒറിജിനാലിറ്റി കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നാടൻ ശൈലിയിൽ തന്നെ അത് കുത്തി ഉടയ്ക്കാനാണ് തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് കുത്തി ഉടയ്ക്കാൻ ഏറ്റവും എളുപ്പം കുറച്ച് പഞ്ചസാരയിൽ ചേർത്തി കൊടുത്താൽ എളുപ്പത്തിൽ അത് പൊട്ടിക്കിട്ടും, നന്നായി ഉടഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് പഞ്ചസാര നമ്മൾ ഫസ്റ്റിലേക്ക് ചേർക്കുക, ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളത് ഉടയ്ക്കുമ്പോൾ പെട്ടെന്ന് ഈ പഞ്ചസാരയും ചേർത്ത് നന്നായി ഉടയും. അതാണ് അതിന് കൊടുക്കുന്ന രീതി. ഏതാണ്ട് നമ്മളിപ്പോൾ ഉടച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഇത് ജ്യൂസ് പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഉടച്ചെങ്കിലും ശരിയാവില്ല, മിക്സിയിലിട്ട് ഉടച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇത് കറക്റ്റ് ഏകദേശം ഇതായി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി, അതായത് ചീരുള്ളി, അല്ലെങ്കിൽ പിന്നെ ചുവന്നുള്ളി എന്നൊക്കെ പറയും. ഈ ഉള്ളി ഒന്ന് നന്നായി ഉടയ്ക്കാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ചേർത്തി കൊടുക്കുക. കുറച്ച് പഞ്ചസാര ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് ഞെരടി എടുക്കുക, നന്നായി ഞെരടുക. തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ എടുക്കുക. ആ പാല് മുഴുവൻ ചേർത്തി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്ത പാലും കൂടി ചേർക്കാം. കുറച്ച് പാലും കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്യാം. നാടൻ പാല്, അതെ, നാടൻ പശുവിൻ പാല്. അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക.
ഏകദേശം കട്ടിയാകാം, ലേശം കൂടെ പാല് ചേർക്കാം. അതിനിടയ്ക്ക് നമുക്ക് മധുരം നോക്കണം. മധുരം നോക്കിയിട്ട് മധുരം അത്യാവശ്യം ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ മധുരം വേണം. അതിന് നമുക്കിവിടെ ശർക്കര മെൽറ്റാക്കി വെച്ചത്, ആ ശർക്കര മെൽറ്റാക്കി വെച്ചത് കുറച്ച് വയ്ക്കുക. നോക്കിയിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ചേർക്കാൻ്റെ ഒരു സാധനമുണ്ട്, ഉപ്പ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് വേണം ഇതിലേക്ക്. ഒരു ഇത്തിരി ഉപ്പ് ചേർത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാൽ ഒഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല കട്ടിയുള്ളത് കൊണ്ട് ഇത്തിരി കൂടി അധികമായി പോയത്, ജ്യൂസായി പോകാൻ പാടില്ല. അതെ, അത്രയും മതി. അതുകൂടെ നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏകദേശം കട്ടി കണക്കായി. ഇനി നമുക്ക് ചെറുനാരങ്ങ നീരും ഇഞ്ചിയും നീരും ചേർക്കേണ്ടത്. ഇപ്പോൾ ഇത് ഇഞ്ചി നീരാണ്, ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇത് കറക്റ്റ് പാകം ആയിരിക്കണം എല്ലാം, എങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ രുചി വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് രുചിക്ക് ഓരോന്നും നോക്കി നോക്കി കുറേശ്ശെ ചേർത്തി കൊടുത്ത് മിക്സ് ചെയ്ത് കൊണ്ട് ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് കൂടെ ചേർക്കാം. ചെറുനാരങ്ങ നീര് മുഴുവൻ ഒഴിക്കുക, കാരണം അതിൻ്റെ ടേസ്റ്റ് വരണം. ഒരു ചെറിയ പുളിപ്പിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ അതിൽ ശരിക്കുള്ള ആ ഒരു കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ജലാംശം തീരെ ഒന്നിലും ഉണ്ടാകാൻ പാടില്ല. എല്ലാം ജലാംശം വറ്റിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. വെള്ളം എന്ന് പറഞ്ഞ സാധനത്തിൽ തൊടാൻ. ശർക്കര മെൽറ്റാവാൻ ഇത്തിരി വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ, ഒന്നിലും വെള്ളമില്ല. തേങ്ങാപ്പാലിന് പോലും വെള്ളമില്ലാതെ ആണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അപ്പോൾ കൊച്ചിക്കോഴ എന്ന് പറയുന്ന സാധനം അല്ലേ, ഇതാണ് കൊച്ചിക്കോഴ. ഇനി നമ്മൾ അവിലാണ് നമുക്ക് ഇതിൽ ചേർക്കേണ്ടത്. അവില് എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വാരി കഴിക്കുക. ഇതാണ് കൊച്ചിക്കോഴ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഫുഡാണ്, ടേസ്റ്റി ഫുഡ്. ഒരു നേരം ഒരു രാത്രി ഇങ്ങനെ ആക്കിയാൽ മതി. നല്ല തവിടുള്ള അവല് വാങ്ങി, നാടൻ അവല് പറ്റുമെങ്കിൽ നമുക്ക് പറ്റും, അവല് എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു നേരത്തെ ഒരു രാത്രി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ ചെയ്യാം, നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. വളരെ നല്ല ടേസ്റ്റി ഫുഡാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ വൈഫിൻ്റെ കൂടെ ഉണ്ട്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നെക്കാളും കൂടുതൽ അവലൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ ഞാനാണ് സലാം കാന്തപുരം. അപ്പോൾ ഇനി നമ്മളത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്ലേറ്റൊക്കെ നിരത്തിയിട്ടുണ്ട്. അതിലേക്ക് അവലെടുത്തു. അവലെടുത്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചിക്കോയ പഴം അതൊക്കെ മിക്സ് ചെയ്ത് വെച്ച അത് ഈ അവലിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത്. അവലിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒഴിക്കുക. എന്നിട്ട് അവൽ നന്നായിട്ട് അവൽ മിക്സ് ചെയ്യുന്ന രൂപത്തിൽ വാരിക്കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ നന്നായിട്ട് ഒഴിക്കും. എന്നിട്ട് അത് സ്പീഡിൽ, നല്ല സ്പീഡിൽ അത് വാരിക്കഴിക്കുക സാധാരണയായിട്ട് ചെയ്യുക. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ഈ ചെറുപ്പത്തിലൊക്കെ ഇത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളുണ്ടാക്കി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ നിർത്താതെ വാരി വാരി കഴിക്കണം. അതായത് അവൽ പുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അത്ര കഴിക്കാൻ പറ്റില്ല. അപ്പോൾ സ്പീഡിൽ കഴിക്കുക എന്നുള്ളതാണ്. അവൽ കുറച്ച് കഴിഞ്ഞാൽ വയറ്റുന്ന അത് പുതിർന്നിട്ട് വരും. അപ്പോൾ ഓവറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ
കുറച്ച് പ്രയാസങ്ങളൊക്കെ വരും. അതുകൊണ്ട് അധികം ആരും കഴിക്കരുത്, അത്യാവശ്യം കഴിക്കാനുള്ളത് കഴിക്കുക. അപ്പോൾ അത് നന്നായിട്ട് വേണം. ഇത് അവലേക്ക് കുറച്ച് പോരാ, നന്നായിട്ട് വെച്ചിട്ട് അത് കൂടുതൽ ഈ മിക്സും അത് കുറച്ച് അവലും ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴിക്കുക. അപ്പോൾ വളരെ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാൻ കഴിയും. ഉള്ള വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്താണ് ഒരു ഫുഡിൻ്റെ കൊച്ചിക്കോയ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനുള്ളൊരു ലക്ഷ്യമാണ്. അത് നമ്മളെ സലാംക്കാണ്, എന്നേക്കാൾ ഫാസ്റ്റാണ് മൂപ്പര്. ഞാൻ വിചാരിച്ചു ഞാനാ ഫാസ്റ്റ് എന്നാണ്, പക്ഷേ ഇത് സൂപ്പർ ഫാസ്റ്റ് ആയിപ്പോയി.